കുറ്റ്യാടി നിയോജക മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ സാരഥി പാറക്കൽ അബ്ദുള്ളയുടെയും കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ പാറക്കൽ അബ്ദുള്ളയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാൽ പങ്കെടുക്കുന്ന ഒരു പദയാത്രയാണ് നടക്കുന്നത്. സമാധാനത്തിന് വേണ്ടിയുള്ള നടത്തം എന്നുള്ളതാണ്. KC ഇത് സമാധാനത്തിന് വേണ്ടിയുള്ള നടത്തം എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ട് നടത്തം ആരോഗ്യത്തിന് നല്ലതാണ്. UDFന്റെ ആരോഗ്യത്തിന് എത്രത്തോളം ഗുണം ചെയ്യും? UDFന്റെ ആരോഗ്യം വളരെ മെച്ചമാണ്. ജനം തയ്യാറെടുത്ത് കഴിഞ്ഞു. UDFനെ വർദ്ധിത ഭൂരിപക്ഷത്തോട് ജയിപ്പിക്കാൻ കേരള ജനത ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ആരോഗ്യത്തിന് പ്രശ്നമില്ല. ഇതിപ്പം ഈ നാടിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ്. പാറക്കൽ അബ്ദുള്ള ഉൾപ്പെടെ എത്ര പേരുടെ എണ്ണമാണ് ഇപ്പൊ കണക്കാക്കുന്ന ഒരു ആത്മവിശ്വാസം അവസാന ലാപ്പിൽ എത്തിക്കഴിഞ്ഞു? പാറക്കൽ അബ്ദുള്ള ഉൾപ്പെടെയുള്ള 100ഓളം പേര് UDFന് വേണ്ടിയിട്ടുണ്ടാകും. 100-ലധികം പേരുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന FCRA ആണ്. കേരളത്തിൽ BJP ആണ് ക്രൈസ്തവ സമൂഹത്തെ കൂടെ നിർത്താൻ വേണ്ടി ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തുന്നത്. അവരാണ് FCRA നിയമം പാസ്സാക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ആഴ്ച എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനയുടെയും പ്രത്യാശയുടെയും ദിവസങ്ങളാണ്. ഇപ്പോൾ ദുഃഖ വെള്ളിയാഴ്ച കടന്നു പോവാണ്. യേശുദേവനെ കുരിശിലേറ്റിയ ദിവസം. അന്ന് നാട്ടിലെല്ലാവർക്കും വേദനയുടെ ദിവസമാണ്. അത് കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസമാണ് ഈസ്റ്റർ. അത് പ്രത്യാശയുടെ ദിവസമാണ്. അവരെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ബില്ല് പാസ്സാക്കാൻ ക്രൈസ്തവരെ ടാർഗറ്റ് ചെയ്യുന്ന ക്രൈസ്തവ സമൂഹത്തെ മാത്രമല്ല, അവരിലൂടെ നന്മ കിട്ടുന്ന സമൂഹത്തെ ആകമാനം ടാർഗറ്റ് ചെയ്യുന്ന ഈ ബില്ല് പാസ്സാക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്നും നാളെയുമാണ്. മനസ്സിലാക്കുന്നത്. അടുത്ത് കഴിഞ്ഞാൽ ദുഃഖ വെള്ളിയാഴ്ചയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ആ സമയം പോലും അവരുടെ ഡിസൈനാണ്. അവർ വെറുതെ ക്രിസ്ത്യൻ അപ്പീസ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നൊക്കെ പറഞ്ഞ് നടന്നു. പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ന്യൂനപക്ഷ വിരുദ്ധമാണ്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിഭജനത്തിന് വേണ്ടിയിട്ടാണ്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ടാർഗറ്റ് ചെയ്യുന്നതിന് ഫലമായിട്ടാണ്. അതാണ് തെളിയിക്കുന്നത് ഈ ദിവസങ്ങളിലെ ബിൽ. ഇടക്കാലത്ത് ചില സഭകളും വിശ്വാസികളും ഒക്കെ BJPക്കൊപ്പം പോവുകയും ചെയ്തിരുന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ജയത്തിനൊക്കെ അത് കാരണമായി. ഇപ്പോൾ ഒരു തിരിച്ചറിവ് വിശ്വാസികൾക്ക് ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ട്. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. സഭകളും അതുപോലെ തന്നെ സമൂഹവും പോയി എന്ന വിശ്വാസം എനിക്കില്ല. ഒറ്റപ്പെട്ട ചിലർ ശ്രമം നടത്തിയിട്ടുണ്ടാവും. പക്ഷെ അവർക്കറിയാം ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് സംഭവിച്ചത്, ജബൽപൂരിലെ വൈദികന് സംഭവിച്ചത്, അതുപോലെ തന്നെ ഒറീസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയൊക്കെ BJP ഭരിക്കുന്നുണ്ടോ അവിടെയെല്ലാം ക്രൈസ്തവ സഹോദരന്മാരെ, മിഷണറിമാരെയൊക്കെ അതിനെ കടന്നാക്രമിക്കുകയാണ്. അതിനുശേഷമാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മുൻപ് ഔട്ട്ലുക്കിൽ എഴുതിയ മാഗസിൻ, RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ എഴുതിയ ആർട്ടിക്കിൾ നമുക്കറിയാം. ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനെതിരായിട്ട് അവരുടെ നിലപാട്. നേരത്തെ വഖഫിന്റെ കാര്യത്തിലെടുത്ത നിലപാട് തന്നെയാണ് ഈ കാര്യത്തിൽ അവർ സ്വീകരിക്കുന്നത്. അവർക്ക് മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും സിഖ് ആയാലും ജൈനായാലും അതുപോലെ തന്നെ പട്ടികജാതിക്കാരനായാലും പാവപ്പെട്ട ഹിന്ദുക്കളായാലും എല്ലാം അവർക്ക് ടാർഗറ്റഡ് സമൂഹങ്ങളാണ്. ഈ STPI വോട്ട് സ്വീകരിക്കുമോ എന്ന് CPMനോട് ചോദിക്കുമ്പോൾ CPM ഇന്നലെ MV ഗോവിന്ദൻ മാഷി തിരിച്ചു വഹിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് UDFന് വേണമോ എന്നുള്ളതാണ്. ഇതിലെന്ത് നിലപാടാണ് തിരിച്ചു പറയാൻ? ഞങ്ങളെ സംബന്ധിച്ച് നിലപാട് വ്യക്തമാണ്. ഞങ്ങളുടെ മുന്നണിയിലും ഞങ്ങളുടെ രാഷ്ട്രീയത്തിലും ഞങ്ങൾക്ക് വർഗീയ സംഘടനകളുമായി സന്ധി ചെയ്യുന്ന പ്രശ്നമില്ല. ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി ഇത്തരം ശ്രമങ്ങൾക്കെതിരെ ശക്തമായി പോരാട്ടം നടക്കുന്ന ആളാണ്. BJP ആണ് തരാതരം കിട്ടുമ്പോൾ വോട്ടിന് വേണ്ടി കൂട്ടുകൂടുന്നത്. അതാണ് എക്സ്പോസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണം കൂടി കേസ് നടത്തിയിരിക്കുകയാണ്. ഏതായാലും കുറ്റ്യാടിയിലൂടെ പാറക്കൽ അബ്ദുള്ളയുടെ പ്രചരണാർത്ഥം കൂടിയാണ് ഈ ഒരു പദയാത്ര നടക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു KC പ്രവർത്തകന്റെ വീട്ടിൽ ബോംബിട്ടതുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ഒരു പദയാത്രയായി കുറ്റ്യാടിയിലൂടെ KC വേണുഗോപാലും ഷാഫി പറമ്പിലും മുനവർലി തങ്ങളും പാറക്കൽ അബ്ദുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്ങർക്കൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ.